ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതം പഠിപ്പിക്കുന്നു എന്ന വ്യാജേന മതസ്ഥാപനങ്ങൾ കൊലക്കളമായി മാറുന്നു. പലപ്പോഴും നമ്മൾ യു പിയിൽ അതല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്, കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത് കണ്ടോ. അങ്ങനെ ഭീകരതയോടുകൂടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളും അതുപോലെ സിറിയയും ഇറാനും ഇറാഖും ഒക്കെ ഒരിക്കലും സമാധാനമില്ലാത്ത നാടുകളായി മാറുന്നല്ലോ എന്ന് വിലപിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മറ്റു വിദേശ രാജ്യങ്ങൾ പോലും ഭയപ്പാടോടുകൂടി കേരളത്തെ നോക്കുകയാണ്. എന്തുകൊണ്ടാണ്? മദ്രസ ആലയങ്ങൾ ഭീകരവാദത്തിന്റെ കളിത്തൊട്ടിലായി മാറുന്നത് കൊണ്ട്, പീഡനങ്ങളുടെയും കൊലക്കളത്തിന്റെയും ഒക്കെ മാതൃകയായി മദ്രസകൾ മാറുന്നത് കൊണ്ട്. ഒരു ഉസ്താദ് ഒരു ചെറിയ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മാരകമായി അടിച്ചും ഇടിച്ചും എറിഞ്ഞും വല്ലാതെ ക്രൂരത കാണിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. എത്ര സമാധാനം നഷ്ടപ്പെട്ടെന്നറിയാമോ? ആകെ പ്രയാസമായി. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരിലാ? എല്ലാ കുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ ബുദ്ധി ഉണ്ടായെന്ന് വരില്ല, താല്പര്യമുണ്ടായെന്ന് വരില്ല. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ശരിക്ക് പഠിക്കാത്ത, കാണാതെ പഠിച്ചു പറയാത്ത കുട്ടികളെ ഇലക്ട്രിക് ഷോക്ക് അടിപ്പിക്കുന്നു. പിന്നെ മാരകമായി മുഖത്തും കഴുത്തിനും തലയ്ക്കും എടുത്ത് അടിക്കുക, ഇടിക്കുക, ചവിട്ടുക, എടുത്തെറിയുക. ഇങ്ങനെയാണോ നിങ്ങൾ സമാധാനത്തിന്റെ മതം പഠിപ്പിക്കുന്നത്? സമാധാനത്തിന്റെ മതവും കാരുണ്യവാനായ അള്ളാഹുവിന്റെ സ്നേഹവും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണോ? ഇങ്ങനെ ഇവരുടെ അടിയും ഇടിയും ചവിട്ടും കുത്തും പിന്നെ സെക്ഷുവലിയുള്ള ഹറാസ്മെന്റും ഒക്കെ സഹിച്ച് വളരുന്ന ഈ കുഞ്ഞുങ്ങൾ നാളെ ക്രിമിനലുകളായിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വ്യത്യസ്തമായ തീവ്രവാദ സംഘടനകൾക്ക് നേതൃത്വം നൽകിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം അവർ പഠിക്കുന്നത് ഇത് തന്നെയല്ലേ അടുത്ത ജനറേഷൻ ഇവർ ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോൾ ഇനി വരുന്നൊരു തലമുറ എങ്ങനെയായി മാറണം എന്ന് അവരങ്ങ് തീരുമാനിക്കുവാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്ത് പൂന്തുറ സ്വദേശിയായ ഒരു 17-കാരി അസ്മിയ എന്ന പെൺകുട്ടി അതിദാരുണമാം വിധം ആത്മഹത്യ ചെയ്യപ്പെട്ടത്. ആ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല. 3 പേര് പിടിച്ചാലും പൊങ്ങാത്ത രൂപത്തിലുള്ള അത്ര ഭാരമുള്ള ബെഞ്ച് പിടിച്ച് വല്ലാത്ത പൊക്കത്തിലുള്ള ഫാന്, അതിലൊരിക്കലും എൻ്റെ മകൾക്ക് കുരുക്കിടാൻ സാധിക്കില്ല എന്ന് ആ ഉമ്മ സത്യം ചെയ്ത് കരഞ്ഞു പറയുമ്പോൾ, അനധികൃതമായി 35 കുട്ടികളുമായി ഒരു സ്ഥാപനം തുടങ്ങുന്നത് ഇവരുടെ കാമഭ്രാന്ത് ശമിപ്പിക്കാനാണോ? അതോ പോലീസ് സ്റ്റേഷനുകളിൽ ലോക്കപ്പുകൾ ഉള്ളതുപോലെ തന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ദർസുകളിലും ഒരു ലോക്കപ്പ് ഉണ്ടോ? അവിടെ ഇട്ടിട്ടാണോ കുട്ടികളെ ക്രൂരമായി മർദ്ദിക്കാറുള്ളത്? ഉസ്താദ് പറഞ്ഞത്രേ, അവൾക്ക് ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടീച്ചറും അതിന് കൂട്ടാണ്. ഇപ്പോഴിതാ അനധികൃതമായി കെട്ടിപ്പൊക്കിയ 100 കണക്കിന് മദ്രസകൾ അടിച്ച് തകർക്കുകയാണ്. കാരണം മദ്രസകൾ തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പരസ്പരം സ്നേഹിച്ചും കളിച്ചും ചിരിച്ചും സഹകരിച്ചും സ്വപ്നങ്ങൾ പങ്കുവച്ചും കൊടുത്തും വാങ്ങിയും ജീവിക്കേണ്ടുന്ന ബാല്യങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് മതവിദ്വേഷം കുത്തിനിറയ്ക്കുന്ന ഈ മദ്രസ ആലയങ്ങൾ തകർക്കുക തന്നെ വേണം, ഒരു സംശയവുമില്ല. അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുട്ടികൾ ഞങ്ങൾ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് 9 വയസ്സുള്ള ഒരു കുട്ടി ഈ കേരളക്കരയിൽ ഉറക്ക മുദ്രാവാക്യം വിളിച്ചത്, അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തുവെച്ചോളൂ എന്ന്. നമ്മൾ വിചാരിക്കും ഇത് യു പിയിൽ ബുൾഡോസർ ബാബയാണോ മദ്രസകൾ ഇടിച്ച് തകർക്കുന്നതെന്ന്. അല്ല, ബുൾഡോസർ ബാബയുടെ ശരികളെ പിൻപറ്റുന്ന അനേകം സംസ്ഥാനങ്ങൾ വേറെയുണ്ട്. ഉത്തരാഖണ്ഡ് അയൽപക്കക്കാരായിട്ടുള്ള ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും ബുൾഡോസർ രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ആരാധകനായി മാറുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. കാരണം തങ്ങളുടെ സംസ്ഥാനത്തെ, അതായത് ഉത്തരാഖണ്ഡിലെ അനധികൃത കയ്യേറ്റങ്ങൾക്ക്, ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ, അതാരായാലും ശരി, അവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം
പുഷ്കർ സിംഗ് ധാമി എന്ന മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏത് തരത്തിലുള്ള സർക്കാർ ഭൂമി കയ്യേറ്റവും തിരിച്ചു പിടിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ നിരവധി മദ്രസകൾ, അതേപോലെ മസറുകൾ, അതേപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ, ഇതൊക്കെ തന്നെ കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊളിച്ചു നീക്കുന്ന ഒരു വലിയ യജ്ഞം തന്നെ ഉത്തരാഖണ്ഡിൽ നടക്കുന്നു എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ 200-ലധികം മദ്രസകളും മസറുകളും അവിടെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. 27 ക്ഷേത്രങ്ങളുടെ കയ്യേറ്റങ്ങളും ഒഴിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മെയ് 7 വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 56 ഹെക്ടർ വനഭൂമി ഇതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാരിലേക്ക് അവർ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. പരാഗ് മധുകർ ദാക്തെ, അതായത് അദ്ദേഹം ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റുമാണ്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയോടുള്ള സ്പെഷ്യൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹമാണ് ഈ ഒരു പൊളിക്കൽ യജ്ഞത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിനെയാണ് പുഷ്കർ സിംഗ് ധാമി ഈ ഒരു പൊളിക്കൽ യജ്ഞം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ച്, അദ്ദേഹത്തിന് പറയുന്നതനുസരിച്ച് ഇതുവരെ 227 നിയമവിരുദ്ധമായി നിർമ്മിച്ച മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അതിൽ 200-ൽ-അധികം മസറുകളുണ്ട്, അതിൽ മദ്രസകളുണ്ട്, അതിൽ 27 ക്ഷേത്രങ്ങളുമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വനപ്രദേശത്ത് നിരവധി തരത്തിലുള്ള കയ്യേറ്റങ്ങൾ ഉത്തരാഖണ്ഡിൽ വ്യാപകമാണ്. അദ്ദേഹം അത് പറയുന്നത് റിസോർട്ടുകൾ, അതേപോലെ തന്നെ ഹോം സ്റ്റേകൾ, ഹട്ടുകൾ, ഇതൊക്കെ തന്നെയും ഉത്തരാഖണ്ഡിലെ സർക്കാർ വനഭൂമി കയ്യേറി പല സ്വകാര്യ താല്പര്യക്കാരും അവിടെ നേരത്തെ നിർമ്മിച്ചിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള നിർമ്മിതികളെ എല്ലാം തന്നെ തിരികെ പിടിക്കാൻ, സർക്കാരിലേക്ക് തിരികെ പിടിക്കാൻ പുഷ്കർ സിംഗ് ധാമി എന്ന മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയതോടുകൂടി അവിടുത്തെ മെഷീനറികളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സർക്കാർ ഭൂമി കയ്യേറി അവിടെ മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സ്വഭാവമാണ്. നമുക്കറിയാം, അതിൽ മദ്രസകൾ ഉൾപ്പെടുന്നു, അവരുടെ മതപഠന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്നു, ചില സ്ഥലങ്ങളിൽ പള്ളികൾ വരെ അവർ ഇത്തരത്തിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇതിനെല്ലാം തന്നെ യോഗിക്ക് ശേഷം യുപിക്ക് ശേഷം പൊതുസ്ഥലങ്ങൾ കയ്യേറി അനധികൃതമായി കെട്ടിപ്പൊക്കുന്നത് മദ്രസയാണെങ്കിലും അമ്പലമാണെങ്കിലും ചർച്ചുകളാണെങ്കിലും സർക്കാരുകൾ ഇതേ നിലപാട് തന്നെ സ്വീകരിക്കണം. കാരണം അത് പബ്ലിക്കിൻ്റെതാണ്. കയ്യേറി അനധികൃതമായി അല്ല കാരുണ്യവാനായ നീതിമാനായ അള്ളാഹുവിൻ്റെ നിയമം അവിടെ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം ആലയങ്ങൾ എന്തിനാ കുട്ടികളുടെ മനസ്സുകളിലേക്ക് വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ? ഉത്തരാഖണ്ഡിൽ ഇതിനെല്ലാം തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചുപിടുത്തം അവിടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ നെട്ടോട്ട് മൂടുകയാണ് മതമൗലികവാദികൾ. അവരുടെ ക്രമങ്ങൾ, അവരുടെ ആരാധനാ ക്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും അവരുടെ മതപഠന കേന്ദ്രങ്ങളും അവരുടെ പല മസറുകളും ഒക്കെ തന്നെയും ഇപ്പോൾ തന്നെ ഏതാണ്ട് 200-ലധികം വ്യാജ നിർമ്മിതികൾ, അനധികൃത നിർമ്മിതികൾ അവിടെ പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെ പുഷ്കർ സിംഗ് ധാമി അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ഉത്തരാഖണ്ഡിലെ ഒരൊറ്റ തീവ്രവാദികളുടെ ഒരു ഒറ്റ അടയാളങ്ങൾ പോലും അവിടെ അവശേഷിപ്പിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ ആദ്യഘട്ട വെടി അദ്ദേഹം തന്നെ പൊട്ടിച്ചിരിക്കുന്നു. അവിടെ ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആരംഭം അവിടെ ഉത്തരാഖണ്ഡിൽ ഹിമാലയന്റെ താഴ്വരയിൽ. ഏതൊരു നാടും പുരോഗതിയിലേക്കാണ് പോകേണ്ടത്. ആ നാട് പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവിടെ വേണ്ടത് എന്താ? വ്യവസായശാലകളല്ലേ. കൂടുതൽ ആളുകൾക്ക് തൊഴിലുണ്ടാകണം, നാടിന് വികസനം ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ എന്താ? ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, മതസ്ഥാപനങ്ങൾ എമ്പാടും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെ ഒരു വാർത്ത എന്നായിരിക്കും നമുക്ക് കേരളത്തിൽ കേൾക്കാൻ സാധിക്കുക. അടുത്ത പ്രധാനമന്ത്രി ആരാണാകുന്നതെങ്കിലും ശരി, യോഗിയാണെങ്കിലും മോദിയാണെങ്കിലും ഇനി മറ്റാരെങ്കിലും ആണെങ്കിലും ശരി, ഒരു ഭാഗത്ത് നിന്ന് തന്നെ തീവ്രവാദികളെയും തീവ്രവാദ ആശയങ്ങളെ വളർത്തുന്ന ആലയങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കട്ടെ. അതേതു മതവിഭാഗത്തിൻ്റെതാണെങ്കിലും ശരി. നന്ദി.